ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആകെ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ. വയ്യാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എനിക്ക് ശരീരം കൊണ്ട് അസുഖമായിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ, മാനസികമായിട്ടും വയ്യ. അങ്ങനെ മാനസികമായിട്ട് വയ്യാന്ന് തോന്നുമ്പോൾ നമുക്ക് ഫിസിക്കലി നമുക്ക് വയ്യ തോന്നും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് 2-3 ദിവസമായിട്ട്. ഇങ്ങനെ ആകെ ടെൻഷനൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പരീക്ഷണങ്ങൾ ഇങ്ങനെ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ എങ്ങനെയൊക്കെയോ ഉയർത്തെഴുന്നേറ്റ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും പരീക്ഷണങ്ങൾ ധാരാളം തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പം പറയും, എങ്കിലും എൻ്റെ കൃഷ്ണ, നീ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കല്ലേ. ഈ പരീക്ഷണം താങ്ങാനുള്ള ശക്തിയും അതുപോലെ അതിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ കര കയറി പോകുന്നുണ്ട്. അതിനൊക്കെയുള്ള മനോഫലം തരുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വയ്യാതെ ആവുകയാണ്. അപ്പോൾ വയ്യാതെ ആവുകയെന്ന് വെച്ചാൽ വേറെ നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ട്, അസുഖബാധിതരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. നമുക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനും ചെയ്തു കൊടുക്കാനും ഓരോ മെഡിസിൻ ആണെങ്കിലും. അപ്പോൾ പിന്നെ ഓർമ്മക്കുറവുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പറയണം. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു അവസ്ഥ ഞാൻ പറയാറുണ്ട്. അത് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ചില സമയങ്ങളിൽ കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇൻസുലിൻ എടുത്തത് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇൻസുലിൻ നമ്മൾ സമയത്ത് ഞാൻ എന്തൊക്കെ തിക്കും തിരക്കാം, എനിക്ക് സമയം അങ്ങനെ പോണത്. ഞാൻ എപ്പോഴും പറയും 24 മണിക്കൂറിൽ എനിക്ക് മതിയാവണില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഞാൻ പറയുന്ന 24 മണിക്കൂർ എനിക്ക് 48 മണിക്കൂർ പോലെ തോന്നുന്നത്. അത്രയും സമയമില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശച്ചട്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുണ്ടാക്കിയെടുത്ത് അങ്ങനെയൊക്കെ ആയി വരുന്ന കൊണ്ട് ചുടുക്കനെ എല്ലാവർക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ. അപ്പോൾ അമ്മയ്ക്ക് നമ്മൾ ഇൻസുലിൻ കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ബുക്കിൽ എഴുതിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇൻസുലിൻ കൊടുക്കുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കണം. അത് കഴിഞ്ഞ് ഇൻസുലിൻ കൊടുത്ത് അമ്മ ഇൻസുലിൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ നിമിഷം നമ്മൾ ഭക്ഷണം മുന്നിൽ വെച്ച് കൊടുക്കുകയാണ്. അതേ നിമിഷം അമ്മയ്ക്ക് കഴിക്കാനുള്ള മെഡിസിനുകളും അതുപോലെ സിറപ്പുകളും കൊടുക്കുക. അതിൻ്റെ വീഡിയോ എടുക്കുക. പിന്നെ ഇതെല്ലാം നമ്മൾ ബുക്കിൽ എഴുതിക്കുക. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എനിക്ക് വിശപ്പും ദാഹവും ഇല്ലായ്മയല്ല, പക്ഷെ ഞാൻ എൻ്റെ വിശപ്പും ദാഹമൊക്കെ ഞാൻ വിട്ട് കളഞ്ഞേക്കുക. അങ്ങനെയായിട്ട് എനിക്ക് ഗ്യാസാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, പ്രത്യേകിച്ച് ഞാൻ ബാത്റൂമിൽ പോയാൽ പോലും എൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ കൂടി എനിക്ക് സമയമില്ലാത്ത വേറൊന്നും ഉണ്ടല്ല കേട്ടോ. നമ്മൾ ചെന്ന് ബാത്റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടാൽ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥകൾ അങ്ങനെ ആയതുകൊണ്ടാണ്. എന്ന് ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ എല്ലാവരും ഇങ്ങനെ ചീത്ത പറയും, അങ്ങനെ എപ്പോഴും ഇങ്ങനെ. പക്ഷേ ഞാൻ എൻ്റെ ഒരു കണ്ണ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയും. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, എൻ്റെ കൃഷ്ണ, ഇതൊക്കെ നീ ഇങ്ങനെ എനിക്കിങ്ങനെയൊക്കെ തരണം ചെയ്ത് പോകാനുള്ളൊരു കഴിവും അല്ലെങ്കിൽ ഇങ്ങനെ. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് മനോധൈര്യം കുറയുകയാണ്, അല്ലെങ്കിൽ മാനസികമായ ടെൻഷൻ കൂടുമ്പോൾ നമുക്ക് ശരീരം കൊണ്ട് വയ്യാൻ തോന്നുകയാണ്. പിന്നെ എനിക്ക് പൊതുവെ ഞാൻ പറയാറുണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, സൈനസൈറ്റിസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് തലവേദനയോട് എനിക്ക് വയ്യ. സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാൻ പോലും എനിക്ക് വയ്യ കേട്ടോ. കാരണം അതിന് വീഡിയോ ഇടാനായിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മൊബൈലിലേക്ക് നോക്കണ്ട, അങ്ങനെ നോക്കാനായിട്ട് എനിക്ക് പറ്റണില്ല തലവേദന കൊണ്ട് കേട്ടോ. എന്നാലും എനിക്ക് പൈസയ്ക്കും ആവശ്യം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയാകുമ്പോൾ ഞാൻ വീഡിയോ മുടക്കം കൂടാതെ ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ എന്നാലും തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ തന്നെയാണ് ഞാൻ വീഡിയോ ഇടാതിരിക്കുന്നുള്ളൂ കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ, എനിക്ക് കൂടുതലായിട്ട് ഒന്നും ചെയ്യാറില്ല, അങ്ങനെയൊക്കെ എനിക്ക് അറിയുന്ന പോലെ ഞാൻ വീഡിയോ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നെ ഇതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു 24 മണിക്കൂറുണ്ടായത് എനിക്ക് പോരാ, 48 മണിക്കൂറിൻ്റെ ഒരു അവസ്ഥ എനിക്ക് തോന്നണം. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞാൻ നോക്കിയിരുന്നിട്ടൊരു സംഭവം ഉണ്ടായി. ഞാൻ മിനിഞ്ഞാന്ന് വൈകിട്ട് അമ്മ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയിട്ടോ. ഉറങ്ങി കുറച്ച് വൈകി 3 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഞാൻ 5 മണിയായപ്പോൾ ഞാൻ വിളിച്ചുണർത്തിയിട്ട് ഞാൻ പറഞ്ഞു, കയ്യും കാലൊക്കെ മുഖമൊക്കെ കഴുകിയിട്ടാണ് അമ്മ ഇരിക്കുക ആ സമയത്ത്. അപ്പോൾ അങ്ങനെ കയ്യും കാലും മുഖമൊക്കെ കഴുകി ഇറക്കിയെടുത്ത് കൊടുത്ത് ഇറക്കി കൊണ്ടൊക്കെ മുഖമൊക്കെ തുടച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഉമ്മർത്തിരിക്കൂ, സിറ്റ് ഔട്ടിലാണ് ഇരുന്നിട്ട് ചായ കുടിക്കുക, അവിടെ ഇരിക്കും, ഞാൻ ചായ കൊണ്ടുവരാമെന്ന് പറയും. അപ്പോൾ വൈകിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും വേറെ പലഹാരം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ 2 ബ്രെഡ് ഓവനിലൊന്ന് 30 സെക്കൻഡിൽ 10 സെക്കൻഡ് മാത്രം ഒന്ന് വെച്ചിട്ട് ഒരു ലേശം നെയ്യും പറ്റിയിട്ട് അതും ഒരു ഗ്ലാസ് വെള്ളം ആദ്യം കൊണ്ടു വെച്ച് കൊടുക്കും. അതിന് ശേഷമാണ് ചായ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് പോയ നിമിഷം തിരിച്ച് ഞാൻ വരുമ്പോൾ അമ്മയെ കാണാനില്ല. അപ്പോൾ
സ്വാഭാവികമായും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ആദ്യം നോക്കി ഞാൻ അമ്മേനെ വിളിച്ച് നടക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ ചില സമയങ്ങളിൽ എന്താ ചെയ്യുക വെച്ചാൽ കോണിയൊക്കെ കയറും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിലിടുന്ന ചെരുപ്പ് കോണിൻ്റെ താഴെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മുകളിലേക്ക് പോയിരിക്കുക വെച്ചിട്ട് ഞാൻ വെറുതെ നോക്കുമ്പോൾ അവിടെ മുകളിലത്തെ ഗ്രില്ലടക്കം കിടക്കുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോയിട്ടില്ല. അപ്പം നീന പറഞ്ഞു അമ്മൂമ്മ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അതായത് ഉമ്മത്ത് സിറ്റ് ഔട്ടിൽ സ്റ്റെപ്പിൻ്റെ മുകളിൽ. എന്നാൽ ശരി, മുറ്റത്ത് സാധാരണ ഞാൻ നടക്കാൻ പറഞ്ഞിട്ട് അവിടെ ഞാൻ ഉമ്മർത്തിരുന്നിട്ട് അമ്മയെ കൊണ്ട് നടപ്പിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരെ അതുമില്ല. കാരണം ഇപ്പോഴല്ലേ നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, ഇതുവരെ നടക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇനി അങ്ങനെ എങ്ങാനും ഇറങ്ങിയിട്ട് വെച്ചിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കാണാനില്ല. അപ്പോൾ എനിക്കൊരു സംശയം, മുറ്റത്തിൻ്റെ സൈഡിൽ നമുക്ക് മുളക് ചെടികളും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചില സമയങ്ങൾ ആൾക്ക് അതൊക്കെ ഓർമ്മ വരുമ്പോൾ അതിൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലും. അത് ഞാൻ അങ്ങനെ എങ്ങനെയും പോയിട്ട് വെച്ചിട്ട് അവിടേക്ക് ഒരു സൈഡിൽ കൂടെ ഞാൻ പോയിട്ട് ഇങ്ങനെ വീട് ചുറ്റി ഇങ്ങോട്ട് വന്ന് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ കാണാനില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഗേറ്റൊക്കെ എങ്ങാനും തുറന്ന് പുറത്തേക്ക് പോയി നോക്കട്ടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ 2 വീട് അപ്പുറമുള്ള ഒരാളെ എന്നെ വന്ന് വിളിക്കുന്നു, ചേച്ചി വേഗം വായോ, അമ്മ അവിടെ വീണുണ്ട്, മുഖത്തുനിന്നൊക്കെ ചോര വരുന്നു. എനിക്ക് അപ്പുറത്തുണ്ടായ മാനസിക വിഷമം അല്ലെങ്കിൽ എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ പറയാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വേഗം അവിടെ ചെന്നിട്ട് നോക്കി നോക്കുമ്പോൾ ഒരാൾ അമ്മേനെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇയാളെ എന്നെ വിളിക്കാനും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നോക്കുമ്പോൾ അമ്മയുടെ മുഖത്തിന് വന്ന് ചോര ഒടുന്നുണ്ട്. എനിക്ക് അപ്പുറത്തെ ആ ഒരു വിഷമത്തിൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മയ്ക്ക് നിങ്ങൾ ചീത്ത പറയാനുള്ളൊരു പേടിയുള്ളൂ. അമ്മ പറഞ്ഞത്ര ഞാൻ അവളെ അറിഞ്ഞിട്ടില്ല ഞാൻ വന്നത്, എന്താണ് ഇനിയിപ്പോൾ ഞാൻ വീണതിന് അവൾ ചീത്ത പറയും ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇതിൻ്റെ അപ്പുറത്തെ ടെൻഷൻ കൊണ്ട് ഞാൻ ഒക്കെ പറയണത് കേട്ടോ. ആ ഒരു അവസ്ഥ എനിക്കിപ്പോഴും ചിന്തിക്കാൻ വയ്യ. ബ്ലഡ് ഇങ്ങനെ മുഖത്ത് കൂടെ അങ്ങനെ ഒഴുകുന്നത് കാണുമ്പോൾ നമുക്ക് എന്താ പറ്റിയത് നമുക്ക് അറിയാനില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നടത്തിച്ചതെന്നറിയോ, അങ്ങനെയെന്ന് പറഞ്ഞാൽ ഉറക്കക്കരച്ചിൽ വന്നു എനിക്ക്. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മേനെ അങ്ങോട്ട് പിടിച്ചു വന്നു. അപ്പം ഞങ്ങളുടെ അപ്പുറത്തെ വീടുത്തെ ചേച്ചിയും അത് കേട്ടിട്ട് ചേച്ചിയും ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഞാനും കൂടിയിട്ടാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവിടെ വന്നു ഉമ്മത്ത് സിറ്റ് ഔട്ടിൽ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് നോക്കി നോക്കുമ്പോൾ നമ്മൾക്ക് എത്രത്തോളം മുറി പറ്റിയെന്നൊന്നും അറിയാനില്ല, ചോര നല്ലപോലെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇരുത്തിയോട് കൂടി അമ്മയ്ക്കിപ്പോൾ നൈറ്റിയാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. ആ നൈറ്റി ഇങ്ങനെ പൊക്കിക്ക സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ ചേച്ചി അയ്യോ കുട്ടി കാലിൻ്റെ മുകളിൽ മുറിവായിട്ടുണ്ട്, ഇതേ മുട്ടിൻ്റെ മുകളിൽ ചോര വരണമെന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി നോക്കുമ്പോൾ എന്നോട് മൂക്കിൻ്റെ മുകളിലും ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വേഗം നമ്മൾ മുറി കൂടി ഞാൻ ചെടി കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ. ആ മുറി കൂടിയുടെ ഇല പൊട്ടിച്ചിട്ട് വേഗം ഞെരടി അതിന് ഷേവിങ് ലോഷൻ കൊണ്ട് ഒരു കോട്ടൺ വെച്ചിട്ട് ഒപ്പിയെടുത്തു. അത് ചുട്ട് നീറില്ല. അത് കഴിഞ്ഞിട്ട് മുറി കൂടിയുടെ ഇല ഞെരടിയിട്ട് ആ നീര് 2 മുറി കൊണ്ടും വെച്ചു. പെട്ടെന്ന് ഉണക്കാൻ തരില്ല എന്നല്ല പറയുന്നത്, വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ റെഡ് കളറിൽ ഇവിടെ ഇങ്ങനെ കണ്ണിൻ്റെ അടുത്തേക്ക് അതിൻ്റെ ഇവിടെ എങ്ങനെയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ പേടിയാകുക. അത് കഴിഞ്ഞിട്ട് എന്നോട് ചേച്ചി പറഞ്ഞു ചിലപ്പോൾ ഷുഗർ കുറഞ്ഞിട്ടാണെങ്കിലോ വേഗം കഴിക്കാൻ കൊടുത്തോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി നോക്കൂ, ഞാനത് കഴിക്കാൻ വെച്ചേക്കൊന്ന് നോക്കൂ, ഞാനിവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് ചായ എടുക്കാൻ പോയത് ആ ഒരൊറ്റ സെക്കൻഡോടെ എന്തുണ്ടായതെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഞാൻ ചേച്ചിയോട് പറയുന്നത് ഞാൻ ചേച്ചിയോടും കുറേ വിഷമങ്ങൾ പറഞ്ഞു. നമുക്ക് അപ്പോഴത്തെ ആ സങ്കടം കൂടെ എന്തൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു സാറില്ല എന്താ വെച്ചാൽ ഇനി കയറ്റി കൂട്ടിയിട്ടോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ ബ്രെഡും കൊടുത്ത് ചായയും കൊടുത്തു. ഷുഗർ കുറവൊന്നും ഉണ്ടാവില്ല. ഞാൻ ഷുഗർ നോക്കിയപ്പോൾ ഷുഗറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചു എന്തിനാ അങ്ങനെ പോയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ്, നീ ചായ എടുത്ത് വരുമ്പോഴത്തേന് ഞാൻ ഒരു റൗണ്ട് നടന്ന് വരട്ടിട്ട് പോയതാണ്, ഞാൻ 5 റൗണ്ട് നടക്കാറുണ്ട് തവണ. ആൾ പഴയ ഓർമ്മയിലാണ് പറയണത് 5 റൗണ്ട്. ഇപ്പോൾ നടക്കാതെയായിട്ട് എത്ര 2 വർഷത്തോളമായില്ല ഇപ്പം ഇങ്ങനെയൊക്കെ ആയിട്ട് യൂറിനറി ഇൻഫെക്ഷനായിട്ട് തീരെ പുറത്തേക്ക് ഇറങ്ങാണ്ട്. ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ 2 ആഴ്ചയൊക്കെ ആയിട്ടേ ഉള്ളൂ ഇങ്ങനെ നടക്കാനും കാര്യങ്ങൾക്കും തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തെന്നാ പറയുക, ബുദ്ധിയും അല്ലെങ്കിൽ ബോധമുള്ള ആൾക്ക് നമുക്ക് എന്തെങ്കിലും പറയാം, അങ്ങനെയുള്ള ആളുടെ അടുത്ത് എന്ത് പറയാനാണ്. അത് കണ്ട ആൾ പിന്നെ കുറച്ചുകൂടെ എന്തുണ്ട് ഇവിടെയൊക്കെ വേദനിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീണിട്ടാണ്. ഇങ്ങനെ എപ്പോഴാണ് വീണേ ഞാൻ അറിഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നെറ്റിയിട്ട് ഇവിടെ ഉണ്ട് ഇത്ര വീർത്തിട്ട് കൊണ്ട് വന്നിക്കുള്ളൂ. അപ്പോൾ ഞാൻ വേറെ ഐസ് പാക്കൊക്കെ വെച്ച് അത് കഴിയും നല്ല അടിച്ച് വീണുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളേക്ക് നല്ല ബ്ലാക്ക് കളർ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ടാവും, പിന്നെ എങ്ങനെയാവും എന്ന് പറഞ്ഞു. പിന്നെ ആ നേരം വൈകിട്ടായതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ല. പിറ്റേ ദിവസം കാലത്ത് എന്തായാലും കൊണ്ടു ചെന്നിട്ട് ഇത് കണ്ടപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു സാധാരണ ഒരവസ്ഥയിൽ ഒരു വ്യക്തിക്ക് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട, കാരണം ഇങ്ങനെ എത്ര നിസ്സാര മുറിവാണ്. പക്ഷേ അമ്മയായതുകൊണ്ട് അവർക്ക് ഓർമ്മയില്ല അതെന്താ സംഭവിച്ചതെന്നത് അവർക്ക് അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് CT സ്കാനിങ് ചെയ്യണം. അപ്പോൾ സാറ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ആകെ ടെൻഷനായിട്ടാണ്.
അപ്പം ഞാൻ അതിന് മുന്നേ തന്നെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോണേക്ക് മുന്നേ എന്നെ വന്ന് വിളിച്ച വ്യക്തി എന്ന് പറഞ്ഞില്ലേ, ആ വ്യക്തിക്ക് ഞാൻ വിളിച്ചു, ഞാൻ ചോദിച്ചു എന്താ ഉണ്ടായിരിക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ടില്ലേ ചേച്ചി, ഞങ്ങളുടെ മുന്നിലത്തെ വീടുത്ത ആൾ ബൈക്കിൽ വരണ സമയത്ത് വീട് കിടക്കണതേ കണ്ടത്. അപ്പോൾ അങ്ങനെ ആൾ വിളിച്ച് എഴുന്നേൽപ്പിച്ച് എന്നെ വിളിച്ച്, ആൾക്കറിയില്ല അമ്മേനെ. അപ്പോൾ എന്നെ വിളിച്ച് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ചേച്ചിയുടെ അമ്മ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഓടി വന്ന് ചേച്ചീനെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പം ആരും കണ്ടിട്ടില്ല എങ്ങനെ വീണ എന്താണുള്ളത്, എങ്ങനെ ഇടിച്ചേക്കണം എന്താണെന്നുള്ളത് അറിയില്ല. എന്തായാലും ഇടത് ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ ഇടിച്ച് ഇവിടെയും വീർത്തുണ്ട്, ഇവിടെയും കണ്ണിൻ്റെ ഇവിടെ എന്തോ ഭാഗ്യത്തിന് അത്രയ്ക്കേ പറ്റിയുള്ളൂ. മൂക്കിൻ്റെ ഇവിടെ ചെറിയൊരു മുറിവ്, മുട്ടും കുത്തിയുണ്ട് അങ്ങനെ. എന്നിട്ട് നമ്മൾ ഇന്നലെ വിറ്റാ സ്കാനിങ് സെൻറ്റർ ഉണ്ടല്ലോ നമ്മുടെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ, അവിടേക്കാണ് ഡോക്ടർ എഴുതി തന്നിട്ട് അവിടേക്ക് അപ്പോൾ തന്നെ അങ്ങനെയൊക്കെ ഒരു ഹെൽപ്പ് നമുക്കങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടണം. കാരണം പിന്നെ എത്ര രൂപ വരിക എന്നുള്ളത് അറിയും. നമ്മളിങ്ങനെ ചിന്തിച്ച് പോയതല്ലോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോഴത്തേനും ബിജു പൈസ ഒക്കെ അയച്ച് ഇവിടുന്ന് അഭിവാപ്പത്തിനും പറഞ്ഞ് ഞാൻ വരാൻ 10 മിനിറ്റ് എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ഞാൻ വരാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് അവരോട് പറഞ്ഞു, ഡോക്ടർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അധികം നേരം ഇരുത്താൻ പറ്റില്ല, പേഷ്യൻ്റ് ഇങ്ങനെ ഉള്ളതാണ്, അപ്പോൾ നമ്മളുടനെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ പോയി സ്കാനിങ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ചെന്നിട്ട്. പക്ഷേ പിന്നെ 1.25 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വന്നത്. എന്താ വെച്ചാൽ ഡോക്ടർ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഒന്നും കൂടി അമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1.25 മണിക്കൂർ അവിടെ ഇരുന്നു. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ എനിക്കും ഈ ടെൻഷനിൽ ഞാൻ ഭക്ഷണം അങ്ങനെയൊക്കെ രാവിലത്തെ ടിഫിനാണെങ്കിലും നമ്മൾ കഴിച്ചു എന്ന് വരുത്തിയിട്ടേ ഉള്ളൂ. പിന്നെ ഇത്രയും സമയങ്ങളായി, നമുക്ക് 2:45 കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ കാണുമ്പോൾ അതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വന്നു. ഒന്നാമത്തെ ടെൻഷൻ അടിച്ചിട്ട്, രണ്ടാമത്തത് ഗ്യാസ് എന്ന് പറഞ്ഞപ്പോൾ വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകും. അവർ എപ്പോഴാണ് വിളിക്കുക 10 മിനിറ്റ് എന്ന് നമ്മളോട് പറയുന്ന കാരണം, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് വല്ല ചായ എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആദ്യം തന്നെ 2 പ്രാവശ്യം വിളിക്കുന്നുണ്ട്, അമ്മമ്മയ്ക്ക് ഷുഗർ കുറയും, അവരോട് പറയൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തായാലും ചെയ്ത് പോകുന്നു. ഞങ്ങൾ വരണ വഴിക്ക് വന്ന് ചായ കുടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അമ്മ പറയാം, നമ്മൾ ഗുരുവായൂർക്ക് പോയിട്ട് നടക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കണം. എന്താ ചെയ്യുക, ഒന്നും പറയണ്ട. അത് കഴിഞ്ഞ് പിന്നെ ഇൻസുലിൻ കിട്ടിയില്ല എന്നുള്ളത്. പിന്നെ കമ്മലും മാലയും നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ടാകുമ്പോൾ CT സ്കാനിങ് ചെയ്യുമ്പോൾ, അപ്പോൾ അത് ചെയ്തിട്ട് അപ്പോൾ മാല കമ്മലൊക്കെ എവിടെയാണ് അന്വേഷിക്കുക അങ്ങനെയൊക്കെ ആയി. അപ്പോൾ കാലിൻ്റെ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ ഇട്ട് തന്നോളൂ, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാട്സപ്പിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞ് പേടിക്കേണ്ട, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ സൈനസിൽ കുറച്ച് കഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും ചെവിയിലും അതുപോലെ തന്നെ. അപ്പോൾ ചെവി അമ്മ എപ്പോഴും അടവ് പറയുന്നുണ്ട്. അപ്പോൾ അത് സ്കാനിങ്ങിൽ എന്തായാലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു ENT-നെ കാണിക്കാം. പിന്നെ നടക്കണമൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാലിൻ്റെ എക്സ്റേ ആവശ്യമില്ല എന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഡോക്ടറിനോട് പറഞ്ഞത് ജ്യോതിയെ കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ് ജ്യോതി മാറിയപ്പോൾ ഇപ്പോൾ ഉണ്ടായത്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളെ കുഞ്ഞിന് നമുക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടികളെ പോലെയാണ് പെരുമാറുന്നത്. പക്ഷേ ഈ ഓർമ്മക്കുറവുള്ള കാരണം അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്ക് ആയിട്ട് എനിക്കത് ഭയങ്കര വിഷമങ്ങളായെന്ന് പറയുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടിൽ തന്നെയായി. അമ്മോട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അമ്മ ഓക്കെ എന്ന് പറയും. അത് കഴിഞ്ഞത് വീണ്ടും ഇതൊക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും പറയുന്നത് ഞാൻ എങ്ങനെ വീണത്, എപ്പോഴാണ് വീണത്, എനിക്ക് അറിയുന്നില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഓർമ്മക്കുറവുള്ളവരാണെന്നുണ്ടെങ്കിലും പ്രായമായവരാണെന്നുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം. എനിക്കും അറിയാട്ടോ. അപ്പോൾ ഇപ്പോൾ എന്നല്ല, മുൻപും ചിലപ്പോൾ പ്രായമുള്ള ആൾക്കാരെയൊക്കെ കണ്ടില്ലേ, ഓർമ്മയില്ലാത്ത ആളെ ഇറങ്ങിപ്പോയി, അവർ വീട്ടുകാർ ശ്രദ്ധിച്ചില്ല, മൈൻഡ് ചെയ്യുന്നില്ല, അത്രയ്ക്കുള്ള നോട്ടം എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴും അങ്ങനെയൊക്കെ പറയുന്നവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം ഞാൻ പറയും, നോക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. എപ്പോഴും ഞാൻ പറയും കേട്ടോ. അതുപോലെ മരുമക്കളായിക്കോട്ടെ, നോക്കുന്ന മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും നോക്കുന്നവരെന്നെ നോക്കുള്ളൂ, നോക്കാത്തവർ നോക്കില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ കണ്ണ് 24/7 എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഒരു വ്യക്തിയുടെ മേലെ ഇരിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളെടുത്ത്, ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും ഞാൻ എൻ്റെ കണ്ണും അമ്മ എടുക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു മുമ്പിൽ ഞാൻ ഒന്ന് തിരിയാൻ വൈകി കഴിഞ്ഞാൽ അമ്മ ഒന്നുകിൽ കോണിട്ട് വരിക, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പം എൻ്റെ മുറ്റത്ത് ആ ചെടികളുടെ ഇടയിൽ ഒരു മുളക് ചെടി ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് മുളക് ചെടികൾ ഉണ്ടാകുന്നപ്പോൾ പറിച്ച് നട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചെടി ഞാൻ വെച്ചു, ഇനിയിപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചാൽ അവിടെ നിർത്തി. അതിൽ മുളകുണ്ടാവും. എപ്പോഴും സിറ്റ് ഔട്ടിലിരുന്ന് അമ്മയ്ക്ക് അമ്മയുടെ കണ്ണ് ആ ചെടിക്കും വിളിക്കുക, ആ മുളക് പൊട്ടിക്കാനാണ് മറ്റേ അറിയുന്നത്. അപ്പം ഇങ്ങനെ നിസ്സാരം നമ്മളെപ്പോഴും എല്ലാം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റി തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം എനിക്ക് നടത്താനായിട്ട് പറ്റുന്നില്ല എന്ന്. കാരണം എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം
24 മണിക്കൂർ എനിക്ക് തികയാതിരിക്കുകയാണ് നോക്കിയിട്ടും കാര്യങ്ങളായിട്ടും മാനസികമായിട്ട് ടെൻഷൻ വേറെ. രാത്രിയിലും എനിക്ക് ചിലപ്പോൾ അവർ എങ്ങാനും യൂറിൻ പാസ് ചെയ്യാൻ ഞാൻ അറിഞ്ഞില്ലെങ്കിലൊന്ന് പേടിയുണ്ടാക്കാം. അങ്ങനെ എല്ലാം കൊണ്ട് എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തീരെ വയ്യ. പിന്നെ ഈ മൈഗ്രെയിൻ ഉള്ള കാരണം ഈ കണ്ണിൻ്റെ ചിലപ്പോൾ കണ്ണിനൊരു ഡോക്ടറെ കാണിക്കാൻ ഞാൻ ചിന്തിച്ചിട്ട് കുറേ നാളായി. അതും കൂടി എനിക്ക് നടക്കണില്ല എന്ന് പറഞ്ഞാൽ നമ്മുടേതായ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒന്നും എനിക്ക് പുറത്തേക്കൊന്ന് പോയാൽ എൻ്റേതായ കാര്യങ്ങൾ നടക്കുള്ളൂ, അത് നടക്കുന്നില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ എനിക്ക് തോന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചിലപ്പോൾ എനിക്ക് വീഡിയോ ഇടാനും തോന്നാറില്ല. ഇങ്ങനെ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്ത് ചിലപ്പോൾ എനിക്ക് മൈൻഡ് കൊണ്ട് നമുക്ക് വയ്യ തോന്നുക, അല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് തലവേദന ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഇടാനും ഇൻട്രസ്റ്റ് ആവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത്രയ്ക്ക് എത്തി നമ്മൾ ഒരാളുടെ സഹായങ്ങളില്ലാതെ ഇങ്ങനെയൊക്കെ എത്തി ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നിർത്തി പോകുക പറഞ്ഞാൽ അതൊരു വിഷമം. പിന്നെ സാമ്പത്തികമായിട്ട് വരുമാനം കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് ചിന്തിച്ചിട്ട് തന്നെയിട്ടുണ്ടായിരുന്നു. എനിക്ക് വരുമാനം ആവശ്യമാണ്, എൻ്റേതായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സാമ്പത്തികം എനിക്ക് ഒരുപാട് ആവശ്യമാണ്. എൻ്റെ ആ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുണ്ട്, സാമ്പത്തികം കിട്ടിയേ തീരുള്ളൂ. അപ്പോൾ യൂട്യൂബ് നിർത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നൊരു കാലഘട്ടം കുറച്ച് വിളിച്ചാലും അതൊരു സഹായമാവുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ നിലനിർത്തി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.